നമ്മുടെ ഗോപിയേട്ടൻ ഉന്നതകുല ജാതനാണ്. വാതുറന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ഗോപിയേട്ടൻ ട്രോളന്മാരെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എന്ന് പറയാതെ വയ്യ. ഗോപിയേട്ടന് ആദിവാസി മന്ത്രാലയം ഗോപിയേട്ടനെ പോലെ ഉന്നതകുല ജാതന്മാർ കൈകാര്യം ചെയ്താലേ തൃപ്തിയാവൂ. എന്തല്ലേ, എപ്പോ മുഖം പുറത്തു കാണിച്ചോ, എപ്പം വാ തുറന്നോ അപ്പോഴൊക്കെ ഗോപിമന്ത്രി പത്തക്കാർക്ക് വാരിക്കോരി എഴുതാനുള്ള വിഭവങ്ങൾ നൽകും. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഗോപിയേട്ടന്റെ തിരുവാ തുറന്നപ്പോൾ താൻ ഉന്നതകുല ജാതനാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഉന്നതകുലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ജീവിതത്തിൽ ഉന്നത മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളെ ഉന്നതകുല ജാതർ എന്ന് വിളിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ആരും ജന്മം കൊണ്ട് ഉന്നതകുലത്തിൽപ്പെട്ടവർ ആകുന്നില്ല. കേന്ദ്ര പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് സഹമന്ത്രിയാണ് ഈ മാന്യദേഹം. വാ തുറന്നാൽ ഗ്യാസ് മാത്രമേ വരൂ എന്നതിനാലാണോ ഇദ്ദേഹത്തെ ഗ്യാസിന്റെ സഹമന്ത്രിയാക്കിയത് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അപ്പർ കാസ്റ്റിൽപ്പെട്ട ബ്രാഹ്മണന്മാരാണ് ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത്. ഇദ്ദേഹവും ഉന്നത കുലത്തിൽപ്പെട്ടവനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഡൽഹിയിലെ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വെച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്, ആദിവാസികളുടെ ശരിയായ ഉന്നമനത്തിനു വേണ്ടി ആദിവാസി ക്ഷേമ വകുപ്പ് അപ്പർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യണമെന്ന്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശാപമാണത്രേ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാക്കുകയുള്ളൂ എന്നുള്ളത്. ആ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടണമെങ്കിൽ ഗോപിയെ പോലെയുള്ള ഉന്നതകുല ജാതർ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യണം. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണത്രേ. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ നായിഡുവോ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ BJP എന്ന മന്ദബുദ്ധികളുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന മന്ദഭക്തർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഒരു വികസിത രാജ്യത്തിലും ഇങ്ങനെ ഉന്നതകുല ജാതർ ഇല്ല എന്നുള്ള വസ്തുതയാണ്. അത് അമേരിക്കയിലാകട്ടെ, UK-യിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, ന്യൂസിലൻഡിലാകട്ടെ, ഇറ്റലിയിലാകട്ടെ, ജർമ്മനിയിലാകട്ടെ, സ്വിറ്റ്സർലൻഡിലാകട്ടെ, സിംഗപ്പൂരിലാകട്ടെ, ഈ ഒരു രാജ്യങ്ങളിലും ആരും ഉന്നതകുലരോ നീചകുലരോ ആയിട്ടുള്ളവർ ഇല്ല. ഈ രാജ്യങ്ങളിലെല്ലാമുള്ള ജനങ്ങൾ തുല്യരാണ്. ആരും വലുതോ ചെറുതോ അല്ല. എല്ലാവർക്കും ഒരേ അവകാശമാണ്. ഈ രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളാകാനുള്ള ഒരു പ്രധാന കാരണവും ഈ തുല്യതയാണ്. ഏതായാലും വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തന്റെ ഈ മഹത്തായ വാക്കുകൾ പിൻവലിക്കാൻ ഈ മഹാൻ തയ്യാറായി എന്നുള്ളത് നല്ല കാര്യമാണെന്ന് പറയാതെ വയ്യ. ഉച്ചനീചത്വം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹം എന്ന് തിരുത്തി പറയാൻ അദ്ദേഹം തയ്യാറായി. പക്ഷേ എന്തൊക്കെയാണെങ്കിലും വായിൽ നിന്ന് വീഴുന്ന ഇത്തരം വിവരക്കേടുകൾ ഈ പാർട്ടിയിൽപ്പെട്ടവരുടെ യഥാർത്ഥ മുഖമാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത തൃശ്ശൂർകാരെ സമ്മതിക്കാതെ വയ്യ. കഷ്ടം തന്നെ ഷാജി.